വിവാഹം എന്ന് പറയുന്നത് ഒരുതരം ചങ്ങലയാണോ? വെറും ചങ്ങലയല്ല, മരണത്തിൻ്റെ മണമുള്ള ചങ്ങല. വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എത്രയോ സ്ത്രീകളാണ് ഇന്നും പീഡനങ്ങൾ അനുഭവിക്കുന്നത്. ഇന്നും പുറത്തു പറയാൻ പറ്റാത്ത ഒരായിരക്കണക്കിന് സ്ത്രീകൾ ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. അതിലൊരു സംശയവുമില്ല. എന്നാൽ പുറത്തു പറയുന്നവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇഷ്ടമില്ലാത്ത, ശരിയാണ്, നമ്മൾ ഈ ചക്കയൊന്നും അല്ലല്ലോ മുറിച്ച് നോക്കി ചുള പരിശോധിച്ചിട്ട് നമുക്ക് തിന്നു നോക്കിയിട്ട് രുചിയുണ്ടോ എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്ന ആളത് വെദർ ലവ് മാരേജ് ആവട്ടെ അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റില്ലല്ലേ പൗർണമി? ഭർത്താക്കന്മാർ എങ്ങനെയുള്ളവരാണെന്നുള്ള കാര്യം. പക്ഷേ പാർട്ട്നേഴ്സ് എങ്ങനെയുള്ളവരെ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, പിരിയാം, ഡിവോഴ്സ് ചെയ്യാം. പക്ഷേ ഡിവോഴ്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിച്ചിട്ടും അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പൗർണമിയുടെ നടക്കുന്നത്? ഇവരെത്ര സൈക്കോ ഭർത്താക്കന്മാരാണ് ഈ ലോകത്ത്? അല്ല, ഭർത്താക്കന്മാർ മാത്രമല്ല, സൈക്കോകളായ ഭാര്യമാരും തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്കെടുത്ത മറ്റൊന്നുമല്ല, ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നിലവിൽ ഒന്നിച്ചല്ല കഴിയുന്നത്. ഭാര്യയുടെ വീട്ടിലായിരിക്കണം കഴിയുന്നത്. തൊട്ടടുത്ത വീട്ടിലെ ഒരു യുവതിയുമായിട്ടല്ലേ ഒരു സുഹൃത്തുമായിട്ട് വെളിയിലേക്ക് പോയി, പല ആവശ്യങ്ങൾക്കായിട്ട് പോയതായിരിക്കാം. വിളിച്ചു നോക്കിയപ്പോൾ ആള് തിരിച്ച് വീട്ടിലെത്തിയില്ല. സമയം 7 മണി. 7 മണിയായിട്ടും വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞ് ഭാര്യ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഹെൽമെറ്റും ഉണ്ട്. ആ ഹെൽമെറ്റിന് ഡാമേജ് സംഭവിക്കുന്നിടം വരെ ഭാര്യയെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ തലക്കിട്ടടിക്കുകയാണ്. ഭയങ്കര പരിക്കുകളോടെ ഈ ഭാര്യ നിലവിൽ ചികിത്സയിൽ കഴിയാണ്. എന്ത് ഉദ്ദേശത്തിലാണ് അല്ലെങ്കിൽ എന്ത് അധികാരത്തിലാണ് എനിക്ക് ആ കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു കാരണമാണ് ശാരിക ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. 7 മണിയായിട്ടും വീട്ടിൽ കയറിയില്ല. 7 മണിയായിട്ടും വീട്ടിൽ കയറണമെന്ന് നിയമമുണ്ടോ? അവർ പോയ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അവർ വന്നോളും. അതിന് ഇത്രയും കിടന്ന് തിളക്കേണ്ട കാര്യം എന്താ? ആണുങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് പോകാം, പക്ഷെ പെണ്ണുങ്ങൾക്കല്ലേ, സ്ത്രീകൾക്ക് പറ്റില്ലേ? 7 മണി എന്ന് പറയുന്നത് ഈ വെളുപ്പാങ്കാലത്തല്ലേ 2 മണി, രാത്രി 12 മണി എന്ന് പറയുന്ന പോലെ 7 മണി എന്ന് പറഞ്ഞാൽ നോർമൽ സന്ധ്യയായി ജസ്റ്റ് ഇരുട്ടി വരുന്ന സമയമല്ലേ ആവുന്നുള്ളൂ. അതിന് ഇത്രയും ചോരത്തിളപ്പോട് കൂടി വന്നിട്ട് ഒരു സ്ത്രീയെ ഉപദ്രവിക്കേണ്ട എന്ത് ആവശ്യകതയാണുള്ളത്? ഇന്നും നമ്മുടെ സമൂഹത്തിൽ സമയം നോക്കി അല്ലെങ്കിൽ സന്ധ്യ ആയാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, സ്ത്രീകൾ വീടിനകത്ത് തന്നെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം പുരുഷന്മാരുണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്? തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ ഭാര്യ ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉള്ള സൈക്കോകളാണെന്ന് പറയും. സൈക്കോ പുരുഷന്മാരാണുള്ളതെന്നും കൂടെ ചേർക്കേണ്ടി വരും പൗർണമി. കാരണം വേറൊന്നുമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് മുൻപും സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ഭാര്യമാരെ ചെന്ന് കുത്തുകയും അളിയനെയും കുത്തി, അമ്മയെയും കുത്തി, ഭാര്യയെയും കുത്തിക്കൊല്ലുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഈ പറയപ്പെടുന്ന സംഭവങ്ങളെല്ലാം തന്നെ എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ സൈക്കോകളാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ പൗർണമി ചോദിക്കുന്ന പോലെ കാലം മാറിപ്പോയി. ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു പോയിന്റുണ്ട്, നിങ്ങളുടെ മകളെ, ഇപ്പോൾ ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്ന അച്ഛന്മാരും കൂടെയാണ് മിക്കവരും. അപ്പോൾ ഈ സ്വന്തം മകളെ ആണെങ്കിൽ അവളെ അവളുടെ ഇഷ്ടത്തിന് ദൂരെയുള്ള കോളേജിൽ വിടും, ദൂരെ എടുത്ത് പഠിപ്പിക്കാൻ വിടും, ദൂരെ താമസിച്ച് വന്നാലും പ്രശ്നമില്ല, അവൾക്ക് ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ടൂറിന് പോകാം. എന്നാൽ ഭാര്യ ഒന്ന് പറയാതെ പോയാലോ, അല്ലെങ്കിൽ ഭാര്യ ഇച്ചിരി താമസിച്ചാലോ, ഭാര്യന് സപ്പോസ് ഓഫീസിൽ ഒരാളുമായിട്ട്, അത് സ്ത്രീ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പ് വരുത്തണം. ഈ സ്ത്രീ തന്നെ ആയിട്ടാണ് പുറത്ത് എവിടെയെങ്കിലും പോയെന്നിരിക്കട്ടെ, വീട്ടിൽ പിന്നെ അന്ന് കോലാഹലമാണ്. അതില്ല എന്ന് പറയുന്നു, പുരോഗമനവാദമൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഒരു 50% വീടുകളിലും ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഭാര്യമാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ അയ്യോ സമയം ഇത്രയായി, വിളിക്കാൻ വരില്ല എന്ന് ചോദിക്കുന്നതിന് തെറിയാണ് ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നത്. അതായത് ഫോൺ ഇപ്പം ട്രെയിനിലൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വരുന്ന സമയം ചിലപ്പോൾ 7:30-8 മണിയൊക്കെ ആവും. തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ജോലിക്ക് വന്നും പോകുന്നു ആൾക്കാർ. ട്രെയിനിൽ തന്നെ അന്നൊന്ന് വീട്ടിൽ ചെല്ലാൻ അവർ അറ്റ്ലീസ്റ്റ് ശ്രമിക്കാറുണ്ട്. അവർ ഹോസ്റ്റൽ പ്രിഫർ ചെയ്യുന്നില്ല. അത്രയും പൈസ കളയണ്ട, അത്രയും പൈസ കുടുംബത്തിലേക്ക് മക്കൾക്കും ഭർത്താവിനും കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് അവർ ട്രെയിനിൽ യാത്രയാക്കിക്കൊണ്ട് ഈ പറയപ്പെടുന്ന പോലെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഓഫീസ് പണിയും കഴിഞ്ഞിട്ട്. പക്ഷേ അപ്പോഴും ഭർത്താക്കന്മാരുടെ തെറി കേട്ടു. എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് ഭർത്താക്കന്മാരേ ഉള്ളൂ നീ താമസിക്കുമോ, അല്ലെങ്കിൽ നീ എന്താ താമസിച്ച് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണേ, അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കണോ, പാല് മേടിക്കണോ എന്ന് ചോദിച്ച് സ്നേഹത്തോടെ കൊണ്ടുവരുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. അവനവൻ്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ, ഇത് കേൾക്കുന്ന ഇതുപോലുള്ള സൈക്കോപാത്തുകൾ ഉണ്ടെങ്കിൽ, സൈക്കോപാത്തുകൾക്ക് പിന്നെ മനസ്സില്ലല്ലോ, പിന്നെ പറയുന്നതിന് അർത്ഥമില്ല, എങ്കിലും അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾ ആരെങ്കിലും ഈ ഭാര്യമാർ ടയേർഡായിട്ട് ക്ഷീണിച്ച് ഇത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് ട്രെയിനിലോ ബസ്സിലോ വന്ന് ഇറങ്ങുമ്പോൾ രാത്രി വിളിക്കുകയാണ് ചേട്ടാ, അല്ലെങ്കിൽ ആളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ വരുമോ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഈ മറ്റവളെ എന്ന് ചോദിക്കുന്നതാണ് ഭൂരിഭാഗം ഭർത്താക്കന്മാരും. ഇത്രയും താമസം എനിക്ക് ഓഫീസിൽ എന്തായിരുന്നു ഈ പണി, നീ ആരുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുക, ഏത് ഹോട്ടലില്ല, അങ്ങനെ വെറും അസംസ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ വെറും അപരിഷ്കൃതമായിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഹസ്ബൻഡുമാരുടെ എണ്ണം കൂടി വരികയാണ്. പണ്ട് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാർ കള്ളു കുടിക്കുന്നു, ഭാര്യയെ രണ്ടിടത്തിട്ട് തല്ലുന്നു. അത് ആ ഒരു തലമുറയുടെ അവസാനിച്ചെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നേരെ തിരിച്ചുപോയി. അന്ന് തല്ലി ശരിയാണ്, അതൊരിക്കലും ശരിയായ പ്രവണതയല്ല, പക്ഷേ ഇന്ന് കൊല്ലുവാണ്, തല്ലുന്നതിന് പകരം അങ്ങ് കൊല്ലുവാണ്. ആ വീഡിയോ ബ്ലറായിട്ടാണ് ചാനലുകൾ കാണിച്ചെങ്കിൽ പോലും നമ്മൾ കണ്ട
സഹിക്കത്തില്ല. കാരണം നമുക്കത് കാണാൻ സാധിക്കും. അത്ര ശക്തമായിട്ട് ആ ഹെൽമെറ്റ് പൊട്ടി തകരുന്നവരെ അയാൾ താഴെയിട്ട് അവർ അടിക്കുവാണ്. സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന ഒരു ഭാര്യ, അയാൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്തതുകൊണ്ടാണല്ലോ, പങ്കാളികൾ തമ്മിൽ പോകത്തില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ അവർ സെപ്പറേറ്റഡ് ആവുന്നത്. കുറേ നാൾ ചിലപ്പോൾ ഭാര്യയുടെ മനസ്സിൽ ഇതായിരിക്കും, കുറച്ച് നാൾ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നാൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും, എങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റിയെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യില്ല, നിയമപരമായിട്ട് ചെയ്യില്ല, പകരം സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും. അതാണ് കൂടുതലും പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നത് എനിക്ക് തോന്നുന്നത് പൗർണമി. കാരണം ഇവന്മാർ ചിന്തിക്കുന്ന ഇവളെന്തായാലും കേസൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ഒരു 1-2 വർഷം സെപ്പറേറ്റ് താമസിച്ചാലും കുഴപ്പമില്ല, പിന്നെ അധികാരത്തിൽ അങ്ങ് ചെല്ലാം, പിന്നെ ഭാര്യയെ ആക്രമിക്കാം, കുഞ്ഞിനെ എടുത്തിട്ട് പൂശാം, ഇതൊക്കെയാണ് ഇവന്മാരുടെ ചിന്ത. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി വന്നേ മതിയാവത്തുള്ളൂ. അത് ഒന്നെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ വേണ്ട ആൾക്കാർ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെ ആവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരെല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവർക്കെല്ലാം ഈ ഭാര്യയാണേലും ആരും ആയിക്കോട്ടെ അധ്വാനിച്ച് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൈനീട്ടി വാങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ എവിടെന്നെങ്കിലും എങ്ങനെയാ പറയുന്നത്, എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളോടൊന്ന് സംസാരിക്കുമ്പോൾ പോലും. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കൈകടത്താത്ത മേഖലകളില്ല. ഏത് മേഖലയാണ്? ഇപ്പം ഏറ്റവും ചെറിയ മേഖല തൊട്ട്, അതായത് ഏറ്റവും ചെറിയ ശമ്പളം തൊട്ട് ഏറ്റവും വലിയ ഈവൻ പുരുഷന്മാരെക്കാൾ ഉയർന്ന ശമ്പളം വരെ വാങ്ങുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒരു കോംപ്ലക്സും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഈഗോയും ഇല്ലാതെ. മുൻപൊരു തലമുറ ഉണ്ടായിരുന്നു, പുരുഷന്മാരെന്ന് പറയുന്നത് സ്ത്രീകളുടെ മുകളിൽ നിൽക്കേണ്ടവരാണ്, സ്ത്രീകൾക്ക് താഴെ ഒരു പുരുഷനും പാടില്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് മാറി, ആ ഒരു രീതി മാറി, എഡ്യൂക്കേഷൻ ലെവല് മാറി. എല്ലാവരും തുല്യരാണ്, ഇക്വാളിറ്റി എന്നൊരു സാധനത്തിന് അല്ലെങ്കിൽ എന്നൊരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. മറ്റതുപോലെ സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടാതെ സ്വന്തമായിട്ടൊരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചു. സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടണ്ട എന്ന് സ്വയം സ്ത്രീകൾ തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള പല അനുഭവങ്ങളും സ്വന്തം വീട്ടിൽ നിന്ന് നേരിടുമ്പോഴാണ് തനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, തനിക്ക് ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടണ്ട എന്നൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പുരുഷന്മാർ പലരും ഇപ്പോൾ മഴ പിടിച്ച് വീട്ടിലിരിക്കുകയാണ്, സ്ത്രീകളെ പലരെയും ജോലിക്ക് വിട്ടിട്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഒട്ടും അതായത് നമ്മുടെ ചിന്താശേഷി ഭയങ്കര നാരോ പോകുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നത്. സ്വന്തം ഭാര്യയെ വിശ്വാസം ഇല്ലാത്ത, സ്വന്തം ഭർത്താവിനെ വിശ്വാസമില്ല. ഒന്നാമത്തെ കാര്യം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആരെയെങ്കിലും ഒക്കെ വിശ്വസിച്ചാലേ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം പരസ്പരം ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? ആരെയും വിശ്വസിക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ശരിക്കും? ഇപ്പം എനിക്ക് ശാരീരിക വിശ്വാസമില്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല, പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അവർ ചതിക്കുകയാണ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുകയാണ് എങ്കിൽ പോലും അവരുടെ നേരെ ഒരു വിശ്വാസം നമുക്ക് ഡയറക്റ്റ്ലി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഈ മാരേജ് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് തന്നെ പണ്ടേ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം മാറി. അതുകൊണ്ടാണ് ഡിവോഴ്സുകളും ഈ സെപ്പറേഷൻസുമായുള്ള കൊലപാതകങ്ങളും. ഇപ്പോൾ അത് പണ്ടെന്ന് പറഞ്ഞാൽ സെപ്പറേഷൻസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇതിപ്പോൾ അതിക്രമങ്ങളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ആസിഡ് ഒഴിക്കുക, ഇപ്പോൾ സ്വന്തം ഭാര്യ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, ഇതൊക്കെ അവരുടെയൊക്കെ ബാക്ക് ഹിസ്റ്ററി തിരക്കിയാൽ അവരുടെ ഒരു വിവാഹ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തുടക്കത്തോടെ പ്രശ്നക്കാരായി കഴിഞ്ഞ് പരസ്പരം വേർപിരിഞ്ഞ് താമസിക്കുന്നവർ. എന്നിട്ട് വേർപിരിഞ്ഞ് താമസിക്കുമ്പോൾ പിന്നെ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? പിന്നെ അവർ ആരുടെ കൂടെ സംസാരിച്ചാൽ എന്താണ്, ആരുടെ കൂടെ ജീവിച്ചാൽ എന്താണ്? ഇതെന്താണ്? എനിക്ക് തോന്നുന്നില്ല. വളരെ ചുരുക്കം ചില ഭാര്യമാരേ ഉള്ളൂ ഭർത്താക്കന്മാരെ പിന്നെ തേടിപ്പിടിച്ചെന്ന് കൊന്നുകളയുന്നത്. അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണെന്ന് തോന്നുന്നല്ലേ? എങ്കിലും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഒരു 100% അല്ലെങ്കിൽ 100 പേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ 80% ഭർത്താക്കന്മാരാണ് ചെയ്യുന്നത്. പിരിഞ്ഞു പോകുന്ന ഭാര്യമാരൊന്നും തന്നെ ചെയ്യുന്നില്ല. വളരെ 1-2% ഉള്ള പെണ്ണുങ്ങൾ മാത്രമേ ഭർത്താക്കന്മാരെ ചെന്നിട്ട് കാമുകിമാരുടെ കൂടെ പോയി അല്ലെങ്കിൽ കാമുകിമാരുടെ കൂടെ കിടന്നെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലാറുള്ളൂ സെപ്പറേറ്റഡ് ആയതിനു ശേഷം. പക്ഷെ ഇവിടെ അങ്ങനല്ല. നമ്മൾ കുറച്ചൊരു വർഷത്തെ 2021 തൊട്ടുള്ള കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനത്തുള്ള കൊലപാതകങ്ങളും ആക്രമണ പരമ്പരകളും ഉണ്ടാകുന്നുണ്ട്. സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുമായിരുന്നു, അമ്മയോടൊപ്പം താമസിക്കുമായിരുന്നു, കുഞ്ഞിനോടൊപ്പം താമസിക്കുമായിരുന്നു, വഴിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, മുതുകത്ത് കുത്തി കുടൽമാല വെളിയിലെടുത്തു, വില്ലേജ് ഓഫീസിന് മുമ്പിലിട്ട് കത്തിച്ചു. അങ്ങനെ നമ്മൾ കേൾക്കുന്നതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കേൾക്കുന്നത്. ഈ സെപ്പറേറ്റഡ് ആകുന്നതിൻ്റെ കാരണം പോലും ഈ ഒരു കേസ് കൊണ്ടാണ്. അതായത് അവർ ടോക്സിക്കായി മാറുന്നു, അവരെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ നമ്മുടെ നാട്ടിൽ രീതി എന്ന് വെച്ചാൽ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ വീട്ടിലോട്ട് കയറ്റത്തില്ലല്ലോ പെൺകൊച്ചുങ്ങളെ. അവർക്ക് പിന്നെ ആരുമില്ല. സ്വന്തമായിട്ട് വീടില്ലാത്ത ആരാന്ന് ചോദിച്ചാൽ പെൺകുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട്. അവർ വീട് സ്വന്തമായിട്ട് വെക്കുന്നത് വരെയും അവർ അനാഥരാണ്. വേറൊന്നുമല്ല, അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥാനമില്ല, സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല. അതാണ് ഒരു 90% അല്ല ഇപ്പോഴും പുരോഗമനവാദം പ്രസംഗിക്കുന്ന കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്.
അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അടിയും ഇടിയും തൊഴിയൊക്കെ സഹിച്ച് അവിടെ നിൽക്കും. അക്കൂട്ടത്തിൽ ഗർഭിണിയായി ഒരു പ്രസവിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. മാക്സിമം ഒരു 10, 12, 16 വർഷമൊക്കെ സഹിച്ചിട്ടാണ് പൗർണമി മിക്കവരും സെപ്പറേറ്റ് ആയി മാറി നിൽക്കുന്നത്. അല്ലാതെ 1-2 വർഷം കഴിഞ്ഞ് പോകുന്നവരല്ല. അവരൊക്കെ വേറെ നല്ല ജോലിയൊക്കെ ഉള്ള IT കമ്പനി ജോലിയുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ സെപ്പറേറ്റഡ് ആയി പെട്ടെന്ന് തന്നെ വേറെ വിവാഹം കഴിച്ചു പോകും. പക്ഷേ ഈ സഹിച്ചു നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ വന്നു ചേരുന്നത്. അക്കൂട്ടത്തിൽ പെട്ട ഒരാളായിരിക്കും ഈ സ്ത്രീയും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ശാരിക പറഞ്ഞത് ഒരു സമയത്തിന്റെ കാര്യം, 7 മണിയായിട്ടും വന്നില്ല. അതായത് ഇവിടെ മറ്റു പ്രശ്നങ്ങൾ അതൊരു റീസൺ മാത്രം. അത് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത്, അതായത് ഒരു സ്ത്രീയെ അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ അടിച്ച് പരിക്കേൽപ്പിക്കാനുള്ള ഒരു റീസൺ ആണ് വൈകുന്നേരം 7 മണിയായിട്ടും പോയിടത്തുനിന്ന് തിരിച്ച് വീട്ടിൽ വന്നില്ല. അതൊക്കെ ഒരു കാരണമാണോ? ഇതല്ലെങ്കിൽ വേറൊരു കാരണമാണ് ഉണ്ടാക്കുമ്പോൾ. തീർച്ചയായും. പക്ഷെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഈ പറയുന്ന ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് അതിന് വേണ്ടതായ ശിക്ഷ കൊടുക്കുക. അതായത് ശിക്ഷ എന്ന് പറഞ്ഞാൽ വെറും ഒരു ശിക്ഷയല്ല, ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക, മാതൃകയാക്കരുത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള മാതൃകയായിരിക്കണം ഒരു ശിക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയമവും നമ്മുടെ നിയമ സംവിധാനവും വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു സമീപനമാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ നന്നായിക്കോളാം എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ പേടിപ്പീര് കൊണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല. ശിക്ഷ കൊടുക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ അക്രമങ്ങളെല്ലാം നിർത്താൻ നമുക്ക് കഴിയുള്ളൂ.